യൂറിനറി എന്നുള്ള ടെസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്രീനിങ് ടൈപ്പ് ടെസ്റ്റാണ്. ഒരു ഡെഫിനിറ്റീവ് ഡയഗ്നോസിസിൻ്റെ ടെസ്റ്റ് എല്ലാ ലാബുകളിലും ഉണ്ട്. അതെ, വളരെ സ്ക്രീനിങ് ടൈപ്പ് ടെസ്റ്റാണ്. അപ്പോൾ അതിലൊരു പസ്സല് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ RBC കാണുമ്പോഴേക്കും അനാവശ്യമായി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ പസ്സല് കണ്ടാൽ പസ്സല് കണ്ടു അത്രേ അർത്ഥമുള്ളൂ, RBC കണ്ടാൽ RBC കണ്ടു അത്രേ അർത്ഥമുള്ളൂ. ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അവർക്ക് ബോധ്യപ്പെടുകയാണ് യൂറിൻ ഇൻഫെക്ഷനാന്ന് തോന്നുകയാണെങ്കിൽ അവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും, കൾച്ചർ വിടും, കൺഫേം ആക്കും. അവർ പറയുന്നതനുസരിച്ച് മരുന്ന് കഴിക്കണം. ലക്ഷണമില്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, സമയത്ത് മൂത്രം ഒഴിക്കുക, മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക, എന്നിട്ട് ഒന്നുകൂടി പോയിട്ട് ചെയ്ത് നോക്കുക. അത്ര അതിൽ ചെയ്യാനുള്ളൂ. പിന്നെ സ്വയചികിത്സ ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻറ്റ് ചിലപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഒരു 3 വട്ടം അവരുടെ ആൻറ്റിബയോട്ടിക് ഓൾറെഡി എടുത്തിട്ടുണ്ടാവും, അവർ ഇല്ലാത്ത UTIക്ക്. എന്നിട്ട് പിന്നെ അവർക്ക് ഓൾറെഡി ശരീരത്തിൽ അതിനോടൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക്. ഇതൊക്കെ നമ്മൾ വരുത്തുന്നത് ആരെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വയചികിത്സ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ടെൻഷനാണ് അതൊക്കെ. അതെ.